അതെ, എവിടെ നിന്ന് വന്നതാണ് ഈ ശീലം? ഞായറാഴ്ചകളായി കഴിഞ്ഞു കഴിഞ്ഞാൽ പോത്തിറച്ചി മേടിച്ച് അല്ലെങ്കിൽ ഒരു പെഗ് 2 പെഗ് കഴിച്ച് അങ്ങ് സ്വഭാവമായിട്ട് അങ്ങ് കിടന്നുറങ്ങിയാൽ മതിയില്ലേ, അല്ലെങ്കിൽ ഇച്ചിരി ചീട്ട് കളിച്ച് കിടന്നുറങ്ങിയാൽ മതിയില്ലേ? ക്രിസ്ത്യാനികള്, പാരമ്പര്യ ക്രിസ്ത്യാനികള്, ഇവരൊക്കെ ഇങ്ങനെ പ്രതികരിച്ച് എന്നാ സംഭവിക്കാൻ പോകുന്നേ? അതേ തോമാച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എന്തിനതിനൊക്കെ ആവശ്യം? കുറച്ച് പേര് ഇപ്പം ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്, കുറച്ച് സോഷ്യൽ മീഡിയക്കാരോ അല്ലെങ്കിൽ ഉപഗ്രഹ ചാനലുകാരോ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഇനി ഇവരങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കേൾക്കുവോ? അവർ കേൾക്കാനൊന്നും പോകുന്നില്ല അല്ലേ? അപ്പൊ എത്രമാത്രം നെഗറ്റീവാക്കാൻ പറ്റുന്നു അത്രമാത്രം നെഗറ്റീവാക്കി മാറ്റാനാണ് നമ്മുടെ ഇടയിൽ ആൾക്കാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വ്യക്തികള് നമുക്ക് അനുകൂലമായി കരങ്ങൾ കൊടുത്തപ്പോൾ, അക്രൈസ്തരായ വ്യക്തികള് അനുകൂലമായി കരം കൊടുത്തു കഴിഞ്ഞപ്പോൾ, ഇന്ന് നമ്മുടെ ഇടയിൽ തന്നെയാണ് നമ്മുടെ റാണി ചേച്ചി ഈയിടെ ഷെക്കിന ടെലിവിഷനില് പ്രസംഗത്തിൽ ഞാൻ കേട്ടു, നമ്മുടെ ഇടയിൽ തന്നെയാണ് നമ്മുടെ ശത്രുക്കൾ ഒളിഞ്ഞിരിക്കുന്നത്. ഇന്നലെ ഞാന് വൈകിട്ട് വീട്ടിലായിരിക്കുമ്പോൾ ഒരു ചാനൽ, സോഷ്യൽ മീഡിയ ഒരു ചാനല് തുറന്നു നോക്കി കഴിഞ്ഞപ്പോൾ അതിലൊരു ഹൈന്ദവ സഹോദരൻ ഇങ്ങനെ പറയുകയാണ്, നട്ടലില്ലാത്ത ക്രിസ്ത്യാനികൾ. എങ്ങനെ? നട്ടലില്ലാത്ത, അതൊരു നട്ടലുള്ള ഒരു ക്രിസ്ത്യാനികളും നിങ്ങളുടെ ഇടയിൽ ഉണ്ടോ എന്നാ ചോദിക്കുന്നത്. ഞാൻ നോക്കി എന്താ ബാക്കിയുള്ള പ്രസംഗം എന്ന് പറഞ്ഞത്. അത് പറയുകയാണ്, ഈശോ എന്ന ആ പടത്തിനെ ഈ പറയുന്ന നട്ടലില്ല എന്ന് പറയുന്ന ആള് പ്രതികരിച്ചു, നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് പുള്ളിക്കാരൻ. മൈക്കിൾ ആഞ്ചലോയുടെ ഒരു പിക്ചർ പിയാത്ത, എനിക്കറിയില്ല അതെന്നാ സംഭവം എനിക്കറിയില്ല, അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. പക്ഷെ എനിക്കറിയാം യേശു ക്രിസ്തു കുരിശിന്മേൽ നിന്നും കുരിശ് തറച്ചു കഴിഞ്ഞ് മരിച്ച് മരിച്ചത് മറിയത്തിന്റെ മടിയിൽ കിടക്കുന്ന വലിയൊരു ഭാഗമാണ്. എന്നിട്ട് അതിനടിയിൽ ചേര എന്നിട്ട് കൊണ്ട് അവഹേളിച്ചിരിക്കുക. ആ വ്യക്തി പറയുന്നത് വേറൊരു വാക്കാണ്, യേശു ദൈവപുത്രൻ കൂടിയാണ്. ഈ ദൈവപുത്രനായ ആ യേശു ക്രിസ്തുവിനെയും പരിശുദ്ധ കന്യാമറിയത്തെയും ഇത്രമാത്രം അവഹേളിച്ചിട്ട് നിന്ദിച്ചിട്ട് ചേരാന്ന് പറഞ്ഞിട്ട് അതൊന്ന് പ്രതികരിക്കാൻ ഒരു ക്രിസ്ത്യാനിയിലുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. സത്യം ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഞാൻ കുറെ കേട്ടു. അത് ശരിയോ തെറ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ ആള് പറയുന്നത്, പക്ഷെ എന്റെ ഭാഷയിൽ അത് ശരി തന്നെയാണ്. നമ്മളിങ്ങനെ ഞായറാഴ്ചകളോ മറ്റു എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇച്ചിരി എന്താ പറയാ കൂട്ടം കൂടി കമ്പനിയായി ചുമ്മാ വെറുതെ എന്തിനാ പോയി പ്രതികരിക്കാൻ പോകുന്നത്? പണ്ട് കർണവര് പറഞ്ഞു, വലിയ കിടക്കുന്ന പാമ്പ് ഇങ്ങനെ തോളത്ത് ഏറ്റിട്ട് ചുമ്മാ വെറുതെ എന്തിനാ ആ കടിയേറ്റാൻ പോകുന്ന ആവശ്യം? കഷ്ട. ഇന്ന് നമ്മുടെ ഇടയിലുള്ള സംഘടനകളൊക്കെ ഉണ്ട്, യൂത്ത് സംഘടനകളൊക്കെ ഉണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും ഏതൊരു യൂത്ത് സംഘടന പ്രതികരിച്ചോ? എവിടെയൊക്കെ മൂലയിൽ പ്രതികരിച്ചിട്ടുണ്ടാവും. പക്ഷെ എന്റെ വീക്ഷണത്തിൽ ഞാൻ പ്രതികരണം ഞാൻ കണ്ടിട്ടില്ല. ചെറിയ എനിക്ക് തോന്നുന്നത് ഈ യൂത്ത് സംഘടനകളൊക്കെ, ഏത് യൂത്ത് സംഘടന ഉദ്ദേശിച്ച ക്രൈസ്തവ യൂത്ത് സംഘടന ഞാൻ പറയുന്നത്, ഈ യൂത്ത് സംഘടനയൊക്കെ എനിക്ക് സിനിമാകാരായിട്ടുള്ള ബന്ധം. കാരണം എല്ലാവർക്കും സിനിമ നടനാവണം, അല്ലെങ്കിൽ ഡയറക്ടർ ആവണം, അഭിനേതാക്കളാവണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഴുതുന്ന വ്യക്തികളായിട്ട്, അല്ലെങ്കിൽ എഡിറ്റിംഗ് മേഖലയിലേക്ക് ഇറങ്ങണം. അപ്പൊ അവരൊക്കെ എങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഭാവി എങ്ങനെ പോയാലോ? അതുകൊണ്ടായിരിക്കും. കാരണം എല്ലാവർക്കും ഇപ്പം സിനിമയിൽ അഭിനയിക്കാനല്ല, ഇപ്പൊ നമ്മളിപ്പം ടിക്ടോക്ക് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണിച്ച് മുഖത്തെ എക്സ്പ്രഷൻസ് ഒക്കെ കാണിച്ച് വലിയ സിനിമാ മേഖലയിലേക്ക് കടക്കാനുള്ള വലിയ ബുദ്ധിയിലാവും. ഇനി ഏതെങ്കിലും തരത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി ആ മേഖലയിലേക്ക് കടക്കാൻ സാധിച്ചില്ലല്ലോ, അതായിരിക്കാം ചിലപ്പോ. ഇല്ലേ പേടിയായിരിക്കാം. ഇനി എങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ പ്രതികരിച്ചു പോയി കഴിഞ്ഞാൽ തല അങ്ങനെ പോവാന്ന്. കാരണം എന്റെ വീട്ടിലേക്ക് വന്നായിരുന്നു പ്രതികരിച്ചു കഴിഞ്ഞപ്പോഴേ, വീട്ടിലേക്കും വന്നു, ഓഫീസിലേക്ക് സ്റ്റുഡിയോയിലേക്കും വന്നു. അവര് വന്ന് പോകട്ടെ, നമുക്ക് എന്നാ കുഴപ്പം തന്നെ? പ്രതികരണ ശേഷി നഷ്ടപ്പെടുന്നു. കാരണന്മാര് വിട്ടേക്ക്, കാരണന്മാര് പോകട്ടെ. അവരങ്ങനെ എന്നാ പറയാ, കപ്പയും ചേമ്പും അല്ലെങ്കിൽ കാവത്തൊക്കെ തിന്നും കുറിച്ചും അല്ലെങ്കിൽ കുടി ഏറിട്ടൊക്കെ ഒരു കയറി പോകട്ടെ. പാവങ്ങൾ വിട്ടേക്ക്. പക്ഷെ യുവജനങ്ങള്, ക്വാളിഫൈഡായ യുവജനങ്ങള്, ഇന്ന് സംഘടനാ ശക്തി കാണിക്കുന്ന യുവജനങ്ങള് എവിടെ? ഈ സംഘടനാ ശക്തി എവിടെയെങ്കിലും തന്നെ പ്രതിഷേധം കണ്ടോ? പക്ഷെ എനിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങ് മുണ്ടംവേലിയിലെ ബിനീഷ് സബാസിനെതിരെ അവിടുത്തെ യുവജനങ്ങളൊക്കെ ഒന്ന് ഇറങ്ങി പുറപ്പെട്ടു. അവിടെ ഇങ്ങനെ വാൾ പോസ്റ്റൊക്കെ ഒട്ടിച്ച് നടക്കുന്നുണ്ട്. അപ്പം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് പോസ്റ്റ് അയച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി.
അങ്ങനെ ബിനീഷ് ബാസ്റ്റനെ അങ്ങനെ കരുതേച്ച് അങ്ങനെ അല്ല ഉദ്ദേശിച്ച്. ഒക്കെ തിരിച്ചറിവുണ്ടാവണം. കാരണം ആ തിരിച്ചറിവ് ഇല്ലാത്തതുകൊണ്ടല്ല ഈ സിനിമയിലെ പ്രത്യേകിച്ച് കുഞ്ചാക്കോ ബോബനും ടിനി ടോമും അല്ലെങ്കിൽ സിനിമയിലെ ക്രിസ്ത്യൻ കഥാപാത്രങ്ങള് ക്രിസ്ത്യാനികളായ അഭിനേതാക്കൾ ഇന്ന് ഇതിനെതിരെയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളൊക്കെ വാമൂടിയാണ്. ഇനി കുഞ്ചാക്കോ ബോബനെ കുറിച്ചോ ടിനി ടോമിനെ കുറിച്ചിട്ടോ മറ്റാരെങ്കിലും കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി മോശമല്ലേ? അതല്ലേ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി എന്ന് പറയുന്നത് ശരി പറയുന്നത്, തെറ്റ് പറയുന്നത് തെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആവണം. നമ്മള് ക്രിസ്തുവ പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. അത് ചുമ്മാ അങ്ങനെ ചട്ടോറെടുത്ത് അടിക്കാനല്ല പറഞ്ഞത്. ഇവിടെ നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവത്തിന്റെ ഒരു സാന്നിധ്യമുണ്ട്. ആ ദൈവിക സാന്നിധ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോൾ ഈ നിരനിരയായിട്ട് എന്നോ ഒരു പടം പെട്ടിയിലുള്ള പടം ഇപ്പതാ വീണ്ടും കുദാശ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനിടയിൽ കൂടെ കൊണ്ടുവന്നു. ചേര അപ്പൊ ഈ കുദാശ ഇതൊക്കെ നമ്മുടെ നമ്മളുള്ള ഈ ക്രൈസ്തവ മൂല്യങ്ങളെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ കരുതേക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നവരൊക്കെ. ഈ ഇറങ്ങി പുറപ്പെട്ടതിനെ കുറിച്ച് നമ്മളൊക്കെ ശാന്തമായി അത് എന്തിനാ പ്രതികരിക്കാതിരിക്കുമ്പോഴാണല്ലോ. കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്നും പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല സമുദായികളും ഈ കേരളത്തിലെ പലവരും പല വിധത്തിലും ട്രാപ്പ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ പ്രതികരിക്കാതിരിക്കേ. അത് അവനല്ല സംഭവിച്ചത്, എനിക്കല്ലല്ലോ സംഭവിക്കുമേ. അവനും സംഭവിക്കും, എനിക്കും സംഭവിക്കും. ഇന്ന് ഞാൻ നാളെ നീ നമ്മൾ പറയാറുണ്ടല്ലോ. ഇതുപോലെ ഇന്ന് സിനിമകളിലൂടെ സിനിമ ഒരു കുടുംബത്തെ നശിപ്പിക്കാനും രക്ഷിക്കാനും സാധിക്കും. ഈ കുടുംബത്തിലേക്ക് നല്ല നല്ല കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. പിയുടെ നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല. ജസ്റ്റ് ഞാൻ കണ്ടു, ഈ ഓണോ വെക്കേഷൻ കുറച്ച് കണ്ടു. ആ കുടുംബത്തേക്ക് ശക്തിപ്പെടുത്തുന്ന നല്ല സിനിമകള്. ഇതേ കുടുംബത്തെ നശിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിക്കും. ഈ ചേര എന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയേ. പരിശുദ്ധ കന്യാമറിയത്തിന്റെ മടിയിൽ ആ യേശു ക്രിസ്തു കിടക്കുന്ന ആ ഒരു രൂപത്തെ നമ്മുടെ മനസ്സിൽ വർഷങ്ങളായി നമ്മൾ കൊണ്ട് അല്ലെങ്കിൽ അതൊരു വലിയ ഒരു പ്രാർത്ഥനയുടെ പ്രതീകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യേശു ക്രിസ്തുവിനെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്നേഹം, വാത്സല്യം, കരുതല് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് മൈക്കലാഞ്ചലോയുടെ ഈ പിയാത്തായെ കുറിച്ച് നമ്മൾ ഒരുപാട് ധ്യാനിച്ചുള്ള വ്യക്തികളാണ്. ഇതിനെയാണ് ചേര എന്നിട്ടുകൊണ്ട് ഞാനിപ്പം സിനിമയ്ക്കകത്ത് പോസിറ്റീവോ നെഗറ്റീവോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ആ പിക്ചറും അതിനടുത്ത് ചേര എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കാമെന്നുണ്ടാകുമ്പോൾ ഒരു വേദനയില്ലേ? നിങ്ങളൊക്കെ പ്രതികരിക്കാതിരിക്കേ, എല്ലാവരും വായ മൂടിയിരിക്കുക, ശാന്തമായിട്ട് ഇരിക്കുക അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി പെഗൊക്കെ അടിച്ച് സ്വസ്ഥമായിട്ട് ഇരിക്കുക. ഇല്ലെങ്കിൽ യൂട്യൂബും മൊബൈലൊക്കെ നോക്കി പിയുടെ ഒരു ചാനലിൽ നമ്മൾ കണ്ടു പ്രതികരിച്ചു കഴിഞ്ഞപ്പോൾ എന്നാ ചുമ്മാ പ്രതികരിക്കണ ആടാ, പ്രതികരിക്കണ്ടടാ. നീ മൊബൈലൊക്കെ നോക്കി 24 hours മൊബൈൽ നോക്കി അങ്ങനെ കിടന്നടാ. അവസാനം നീ മെന്റലായിക്കോ. സ്വന്തം കാലിന്റെ അടിയിലത്തെ മണ്ണ് എടുത്ത് മാറ്റുമ്പോഴും മിണ്ടാതിരിക്കുന്ന ക്രിസ്ത്യാനി. ഞാൻ എപ്പോഴും പറഞ്ഞു വാളെടുക്കാനും കുന്തെടുക്കാനും AK-47 തോക്കെടുക്കാനെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് നമ്മുടേതായ ഒരു ശൈലിയുണ്ട്. ആ ശൈലി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രതികരിക്കേ. ഇതങ്ങ് നിയമസഭയിലെ ഇത്രയും ക്രിസ്തീയ MLA-മാരുണ്ടായിട്ടുണ്ട് ഇല്ലേ? നമ്മളൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ഏത് പാർട്ടി ആയിക്കോട്ടെ, എന്നിട്ട് നമ്മളൊക്കെ ജയിപ്പിച്ചു വിട്ട ഏതെങ്കിലും വ്യക്തികൾ നിയമസഭയിൽ ഇതേക്കുറിച്ച് സംസാരിച്ചോ? ഏതൊരു MLA, ഏതൊരല്ല, നമ്മുടെ സ്വന്തം ഒരു മുൻ MLA PC ജോർജ് മാത്രമാണ് പിന്നീട് കുറച്ച് സംസാരിച്ചത്. ഞാൻ അത്രയും കേട്ടിട്ടുള്ളൂ. ഞാൻ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഒന്ന് നിയമസഭയിൽ കുറിച്ച് സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ക്രിസ്തീയ നാമധാരികളായ MLA-മാരോ ഇല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ ഇതിനോട് സംസാരിച്ചിട്ടുണ്ടോ? സംസാരിക്കില്ല. ഇവരൊക്കെ ഒന്ന് സംസാരിക്കണമെങ്കിലേ, ഇവരൊക്കെ ഒന്ന് ഇടപെടണമെങ്കിലേ നമ്മളായിരിക്കുന്ന കൂട്ടായ്മകള്, നമ്മളായിരിക്കുന്ന സംഘടനകള് ജ്വലിക്കണം. അല്ലെ കത്തിയോട് കുത്തു കിട്ടി മരിച്ചതിന് ശേഷം അയ്യപൊത്തോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സംഘടനയെ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ കൂട്ടായ്മയെ മാത്രമല്ല ഈ കേരളത്തിലെ കൂട്ടായ്മകളെ തകർക്കാനുള്ള കുടില തന്ത്രങ്ങളാ. അത് താലിബാനായാലും ശരി, ഏത് രൂപത്തിലാണെങ്കിലും ഈ തകർക്കുന്ന കുടില തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്ത് തീർത്തിട്ടില്ലെങ്കിൽ നമ്മളും ഞാനും നിങ്ങളൊക്കെ കരയേണ്ടി വരും. ഇതേപോലെ കുറെ ചേരന്മാര് വരും, കൂദാശികൾ വരും, ഈശോമാര് വരും, കേശുമാര് വരും, ഖുറാത്തുമാര് വരും. ഇതങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഒന്നും പ്രതികരിക്കാൻ. അപ്പൊ അവര് പറയുന്നുണ്ടല്ലോ, ആരൊക്കെ എന്തൊക്കെ പ്രതികരിച്ചാലും ഞങ്ങൾ സിനിമ റിലീസ് ചെയ്ത് നിങ്ങൾ ചെയ്തേരിക്കും. ഡയറക്ടർമാര് പറയുന്നതാ.
ആരൊക്കെ എന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയൊന്നും ഇല്ല എന്ന് പറയുന്നത്. അവർക്ക് പേടിയുണ്ടാവില്ല, കാരണം ക്രിസ്ത്യാനികളെ നമ്മൾ മിണ്ടുന്നില്ല. ഇനി ഇതിനൊക്കെതിരെ പ്രതികരിച്ചവരാ ഈ പ്രതികരിച്ച വ്യക്തികളെ ഫോൺ വിളിച്ചുകൊണ്ട്, അതും മറ്റോ സിനിമാകാരൊന്നല്ല, ഈ നമ്മുടെ സഭയിലുള്ള പല വ്യക്തികളും വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിക്കുന്നത്. അതെ, വേറെ ഇല്ലാത്തതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവമക്കളെ, ഈ ഒരു ആവേശം ഉള്ളിൽ വേദന തട്ടിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ചിലർക്ക് യൂട്യൂബിൽ കുറെ കാശുണ്ടാക്കാനാണോ, ഫേമസ് ആവാനോ, ഇതൊക്കെ നിങ്ങൾ നമ്മുടെ ചാനലിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. ഇതിൽ എത്രമാത്രം കാശ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നും ഒക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി നോക്കുക. ഒരു പേരും പ്രശസ്തിയൊന്നുമല്ല, നമ്മുടെ തറവാടിന്റെ ആ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കി മാറ്റുന്ന, അല്ലെങ്കിൽ തറവാടിന്റെ കല്ലുകളെ ഇളക്കി മാറ്റുന്ന ദുഷ്ശക്തികളെ, അതിനൊക്കെയാണ് അവർക്കെതിരെയൊക്കെയാണ് നമ്മൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പ്രതികരിക്കാം. ഞാൻ പറഞ്ഞ പ്രാർത്ഥനയുടെ ഉപവാസമൊക്കെ വേണം. ഒപ്പം തന്നെ നമ്മുടെ ക്രൈസ്തവ യുവജന സംഘടന ഉയരണം. ഇനി ഉയർന്നില്ലെങ്കിൽ നമ്മളൊക്കെ കണ്ണുനീരോടുകൂടെ പലതും നമ്മൾ കാണേണ്ടി വരും. ആമേൻ.